ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങി ഞാനിപ്പോൾ ഒരു ക്ഷേത്രമുറ്റത്ത് നിൽക്കുകയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം 4:30 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ടൊരു 2 hours ട്രാവൽ ചെയ്തു എന്ന് പറയാം, 1.5 മണിക്കൂറോളം. ഇപ്പോൾ 6 മണി സമയം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ഈ ക്ഷേത്രത്തിൽ ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് യാത്രയുടെ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ഇത് കൊളത്തുപുഴ ക്ഷേത്രമാണ്, ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇത് ബാലശാസ്താവാണ് ഇതിനകത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഇതൊരു 3 ക്ഷേത്രങ്ങൾ ചേർന്നുള്ളൊരു ചെറിയൊരു തീർത്ഥാടന യാത്രയാണെന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇങ്ങനെ അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് 3 ക്ഷേത്രങ്ങളിൽ പോവുക. അത് ഒന്ന് കൊളത്തുപുഴ, അടുത്തത് ആര്യങ്കാവ്, പിന്നെ അത് കഴിഞ്ഞാൽ അച്ചൻകോവിൽ. ഈ 3 ക്ഷേത്രങ്ങളും ഒന്നിച്ച് പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ശബരിമല പോലെ തന്നെ അത്രയും പ്രാധാന്യമുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അയ്യപ്പ സ്വാമിയുടെ പല രൂപങ്ങളാണ് കാണുന്നത്. ഇതിപ്പോൾ ബാലാവസ്ഥയിലാതെ ഏറ്റവും ചെറിയ ആളായിട്ടാണ്, ബാല്യം അങ്ങനെയാണ് സങ്കല്പം. അതുകൊണ്ടാണ് ബാലശാസ്താവെന്ന് പറയുന്നത്. വളരെ പുരാതനമായ ക്ഷേത്രങ്ങളാണ് ഇത് 3. അപ്പോൾ ഇവിടെ ഈ സമയത്തായതുകൊണ്ട് വലിയ തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ നമുക്കകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ അകത്ത് പോയി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ കിട്ടി. ഇതിവിടുത്തെ ഭൂതത്താൻ പ്രതിഷ്ഠയാണ് ഇവിടെ. ഇനി നാഗരാജാവിൻ്റെ, ഇതിപ്പോൾ നമ്മൾ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള ഭാഗം. ഇതൊരു കാവിൻ്റെ ഒരു കുറച്ച് ഭാഗം കാണാം. നമസ്കാരം. നമസ്കാരം. നാഗരാജാവ്, നാഗയക്ഷി പ്രതിഷ്ഠ. ചതയം നക്ഷത്രത്തിലയിച്ച് ലക്ഷ്മി എന്ന സന്തതി പാടിച്ച് ദോഷം ഒഴിക്കുന്നു. നാഗരാജാവ് നാഗേശ്യം അതിന് മുൻപായേ ഇവർക്കും എല്ലാത്തിനും ഈ ധനത്തിനും ഭൂമിക്കും വൃക്ഷാദികൾക്കും ദോഷം ഒഴിയണേ. സർപ്പദോഷമൊഴിയണേ, വിഷഭയമൊഴിയണേ, രാഹുദോഷം തീരണം, ശത്രുദോഷം തീരണം ഈ സന്തതിയുടെ. കാശിരാമേശ്വരം അണ്ടിമലയാളം അടച്ച് വാഴും ഭഗവാന്റെ തിരുനടയിൽ പാടിച്ച് ദോഷം ഒഴിക്കുമ്പോൾ കുറ്റിക്കോട്ട് നാഗരാജാവും മണ്ണാർശാല നാഗേശ്യമ്മയും ശ്രീധർമ്മശാസ്താവും വീണസരം കേട്ട് പ്രസാദിക്കണം. പാടിച്ചേ ഈ സന്തതികളുടെ സർപ്പദോഷം വിണിയഴുക. നാഗരാജാവ് നാഗേശ്യം മധുര മുൻപോയേ. അപ്പോൾ നാഗരാജ ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചു. അത് ഇവിടുത്തെ ഉപദൈവങ്ങളാണ്. ഭൂതത്താൻ, നാഗരാജാവ്, നാഗയക്ഷി. ഇപ്പം നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് നല്ല ഒരു ഭയങ്കര സെറൈൻഡ് അറ്റ്മോസ്ഫിയറാണ്. കാവിൻ്റെ ഭാഗമാണ്. കാവിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഈ തൊട്ടിൽ കൊണ്ട് കെട്ടുന്ന രീതിയുണ്ട്. ഇവിടെ ഇപ്പോൾ ബാലശാസ്താവാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ശാസ്താവിൻ്റെ, അയ്യപ്പ ഭഗവാന്റെ ബാല്യകാലമാണ്, ആ ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഒരുപാട് പ്രാധാന്യമുണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് നോക്കിക്കോളൂ, കുഞ്ഞുങ്ങൾക്കുള്ള തൊട്ടിൽ. ഇത് ദേവി പ്രതിഷ്ഠയാണ്. തൊട്ടിലുകൾ തൂക്കുന്നത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഗണപതി ഭഗവാൻ. ഇവിടെ തേങ്ങ ഉടച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് പ്രാർത്ഥന. ഇവിടെ തേങ്ങ ഉടച്ചിട്ട് നമ്മളിങ്ങനെ പോയി അകത്ത് കയറി പ്രാർത്ഥിച്ച ഉപദൈവങ്ങളെ എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഒരു രക്ഷയില്ല, ഭയങ്കര സെറനിറ്റിയാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ലൊരു ഹോളി ഫീലാണ്. അപ്പോൾ ഇപ്പോൾ നേരം കറക്റ്റ് വെളുത്തു, കിളികളുടെയൊക്കെ ശബ്ദം കേട്ടു തുടങ്ങി. ഇനി പുറത്തേക്ക് പോകും.
എൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റാണ് ഇദ്ദേഹം. വലിയ രാഷ്ട്രീയ നേതാവൊക്കെയാണ്. സജയൻ ലോ അക്കാഡമിയിലെ ഓൾഡ് സ്റ്റുഡൻറ്റ്. എത്ര വർഷം? 20 വർഷം മുന്നേ അല്ലേ? 20 വർഷം പഠിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ എല്ലാം സഹായിക്കുന്നത്. കൂടെ ഉണ്ട് അദ്ദേഹം. ഈ 3 ക്ഷേത്രങ്ങളിലും കൂടെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ടീച്ചർ സുഖമായിരിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മീനൂട്ട് വഴിപാടുണ്ട്. അത് ദേ ഇവിടെ ആറുണ്ട്. ഇവിടെ ഈ എന്താണ് മത്സ്യത്തിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതിനൊരു ഐതിഹ്യമുണ്ട്. ഒരു മത്സ്യകന്യകയ്ക്ക് അയ്യപ്പസ്വാമിയോടുള്ളൊരു ഇഷ്ടം വരികയും ഇഷ്ടം തോന്നി. അപ്പോൾ ഭഗവാന്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു. എപ്പോഴും സന്നിധിയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. അതിനനുസരിച്ചിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഈ റിവറിൽ, അതായത് ഈ നദിയിൽ ഒരു മത്സ്യമായിട്ട് എന്നും ജീവിക്കാനായിട്ടുള്ളൊരു അനുഗ്രഹം കൊടുത്തു എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ഇത് ഒഴുക്ക് വെള്ളമാണെങ്കിൽ എപ്പോഴും മീനുണ്ടാകും, നിറയെ മീനുണ്ടാകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ മീനൂട്ടിനുള്ള വഴിപാട് കാര്യം ഈ സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം. ഓക്കെ, ഇത് 100 രൂപയാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. പൊരികടല, പൊരി, കപ്പലണ്ടി എല്ലാം ചേർന്ന് വരും. പോവാണോ? ഇല്ല, ഞാനിപ്പോൾ പോകണില്ല. ഞാൻ വേറെ ഇങ്ങോട്ട് അങ്ങോട്ട് പോവാണ്, അച്ചൻകോലിലോട്ടൊക്കെ. അപ്പോൾ ഇതാണ് കല്ലടയാറ്. ഇവിടെയാണ് നമ്മുടെ മത്സ്യങ്ങളൊക്കെ ഉള്ളത്. ഇഷ്ടംപോലെ മത്സ്യം സാധാരണ ഉണ്ടാവാറുണ്ട്. കാര്യം അത് ഇവിടെ ഒരു അനുഗ്രഹം പോലെയാണ്. മീനിനൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചാണ് അവിടെ ഇവർ ഈ ഒഴുക്ക് വള്ളത്തിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് പോലും ഇവിടുത്തെ മത്സ്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ മീനൂട്ട് വഴിപാട് ചെയ്തിട്ട് തന്നെ പോകണം. അവരെല്ലാം ആ ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ഭയങ്കര വലുതായി കഴിഞ്ഞു. എല്ലാവരും വലിയ വലിയ മത്സ്യങ്ങളായി കഴിഞ്ഞു. മീനിനെ അന്വേഷിച്ച് മീനിൻ്റെ പുറകെ നടക്കുകയാണ് ഭക്ഷണമായിട്ട്. അവരുടെ വയറൊക്കെ ഫുള്ളായി പോയെന്ന് തോന്നുന്നു. അതാണ് സംഭവം. ഓക്കെ, അയ്യോ എന്തു സൈസ് ഇത്. ഹലോ, കമോൺ കമോൺ. ഇഷ്ടംപോലെ പ്രാവ് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ട്. യെസ്, ഇത് പ്രാവേ, ഇതിനൊക്കെയുള്ള ഭക്ഷണമല്ല. ദിസ് ഇസ് ഫോർ ദ ഫിഷ്. ഇവിടെ എല്ലാം അനക്കമുണ്ട്. ഈ പൊരിയെല്ലാം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. അതെല്ലാം പ്രാവ് പറക്കുകയാണ്. ഇത് കപ്പലണ്ടി എല്ലാം മീൻ കൊണ്ടുപോകുമായിരിക്കും. എനിക്ക് ചുറ്റും മീനിന് വരുമ്പോൾ കൂടുതലും പ്രാവാണ്. വാവ്, കഴിച്ചോ കഴിച്ചോ, 6 മണിയെങ്കിലും കഴിച്ചോളൂ. ഓക്കെ, ഇനിയിപ്പോൾ അതേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട്, തീർത്ഥാടകരൊക്കെ വന്നിട്ടേ ധാരാളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ച് കഴിച്ച് നമ്മുടെ മീനുകളെല്ലാം വയറ് നിറഞ്ഞ് നടക്കുകയാണ്. അവർ വലിയ സൈസായിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെയൊക്കെ വന്ന് കഴിച്ചോളൂ. ഇങ്ങനെ അതെ അവിടെ കിടന്ന് കറങ്ങുക. അരിയുണ്ട് ഇതിനകത്ത്, പൊരിയുണ്ട്, പൊരികടലയുണ്ട്, കപ്പലണ്ടിയുണ്ട്. ഇത്രയാണ് എല്ലാവരും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നേർച്ച പോലെ ചെയ്യുന്ന കാര്യമാണ് എല്ലാവരും. എന്ത് നല്ല വെള്ളം. കല്ലടയാറിലെ വാട്ടറാണ്. നമ്മൾ ഈ പാലത്തിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് കാറ് പോയത്. ഇനി തിരിച്ച് പോകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊളത്തുപുഴ. ഇവിടെ നിന്ന് ഏതാണ്ട് 24.something കിലോമീറ്റേഴ്സ് ഉണ്ട്. അടുത്തത് ആര്യങ്കാവ്. അതാണ് ഈ ട്രിയോ യാത്രയിൽ, ഈ 3 ക്ഷേത്രങ്ങളുടെ യാത്രയിലെ സെക്കൻഡ് ക്ഷേത്രമാണിത്. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളം എടുക്കും അവിടെ എത്താൻ. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ടെമ്പിളിലെത്തിയിരിക്കുകയാണ്, അയ്യപ്പസ്വാമിയുടെ. അതായത് ആര്യങ്കാവ്. ഇതും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം. ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അയ്യപ്പസ്വാമി യുവാവായി കഴിഞ്ഞിട്ടുള്ള ഒരു ടീനേജ് എന്നൊക്കെ പറയില്ലേ, കൗമാരം, ആ പ്രായത്തിലുള്ള സ്വാമിയാണ് ഇവിടെയുള്ളത്, അയ്യപ്പസ്വാമി. ഇതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം. ഇപ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്. കാരണം ശബരിമല സീസൺ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട്. പീക്ക് സീസണല്ല. കറുപ്പസ്വാമിയുടെ ഒരു ടെമ്പിൾ, ഒരു ചെറിയൊരു ഭാഗമുണ്ട് കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്ന ഭാഗം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആര്യങ്കാവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, യൗവന
ആ ഒരു കാലത്ത് ജീവിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. അയ്യനെന്നാണ് പറയുന്നത്. അതായത് ആര്യങ്കാവ് എന്ന് പറയുന്ന ആ പേരിൽ നിന്നൊക്കെ ഉത്ഭവിച്ചതാണ്. ഇതൊരു വനപ്രദേശമായിരുന്നു. കാണുമ്പോൾ അറിയാലോ, ഇപ്പോഴും ചുറ്റും വനവും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ചെറിയൊരു റിവറുണ്ട്, അരുവിയുണ്ട്, കാടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് ഇങ്ങനെ ഈ ക്ഷേത്രം. വളരെയധികം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ റോഡിൽ നിന്നും കുറച്ച് താഴ്ചയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. അപ്പോൾ അതായത് മെയിൻ ഒരു ലെവൽ സർഫസിൽ നിന്നും കുറച്ച് ഭൂമിയിലേക്ക് താഴ്ചയായിട്ടാണ്, അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 പ്രധാനപ്പെട്ട ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അതായത് പരശുരാമൻ സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന 5 പ്രധാന ശാസ്ത അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു, കൊളത്തുപുഴ കഴിഞ്ഞു, ഇതിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ആര്യങ്കാവ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് അച്ചൻകോവിലാണ്. പിന്നെ ശബരിമല പ്രധാനമാണ്. അങ്ങനെയല്ല, ഈ ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ചരിത്രത്തിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇദ്ദേഹം ശ്രീ അജി, അദ്ദേഹം ഇത് ദേവസ്വം ബോർഡിൻ്റെ ആണ് ഈ 3 ടെമ്പിൾസും. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പുനലൂർ ഗ്രൂപ്പ് അതിൽ വർക്ക് ചെയ്യാണ് അദ്ദേഹം ഇവിടുത്തെ. പിന്നെ എനിക്ക് ഇവിടുത്തെ കുറച്ച് ചരിത്രം പറയാനാണെങ്കിൽ ഇത് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അയ്യപ്പനല്ല, ശ്രീധർമ്മശാസ്ത്രമാണ് അങ്ങനെ പറയുന്നത് അല്ലേ? ശ്രീധർമ്മശാസ്ത്ര, ഇതെല്ലാം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. ഓക്കെ, കൊളത്തുപുഴ, ആര്യങ്കാവ് 3 ധർമ്മശാസ്ത്രമാണ്. അയ്യപ്പൻ നല്ല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. പിന്നെ ഈ അയ്യപ്പസ്വാമി എന്ന് പറയാൻ സ്വാമി പിന്നെ അതിലേക്ക് ലയിച്ചു ചേരുന്നതാണല്ലോ. അങ്ങനെയാണ് പിന്നെ അയ്യപ്പൻ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പം ചുരുക്കം പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് അറിയപ്പെടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വൽ പേരെന്ന് പറഞ്ഞാൽ ധർമ്മശാസ്താവിന്റെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഓക്കെ, അങ്ങനെ ഇത് കൗമാരമാണ് അല്ലേ? അയ്യൻ, അതുകൊണ്ടാണ് അയ്യൻ. ഇത് ഇവിടുത്തെ ആര്യങ്കാവിലെ അയ്യൻ. പിന്നെ അതുപോലെ പരശുരാമ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ഈ 5 പ്രധാന അഞ്ചാമത്തെ നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ ഇവിടെ പൊന്നമ്പലമേടാണ്. പൊന്നമ്പലമേട് ക്ഷേത്രം ഉണ്ടായിരുന്നു. കാന്തമല, അതാണ് പൊന്നമ്പലമേടാണ്. അത് കാന്തമലയായിട്ട് വെച്ചിരിക്കുന്നത്. അതാണ് 5ാമത്തേതായിട്ട് വെച്ചിരിക്കുന്നത്. മുൻപ് ക്ഷേത്രം ഉണ്ടായിരുന്നു. പരശുരാമ പ്രതിഷ്ഠയില് 1ാമത്തെ ക്ഷേത്രമാണ് കൊളത്തുപുഴ. ബാലരൂപത്തെ ബാലശാസ്താവ്. ഇവിടെ കൗമാരം, അവിടെ കൗമാരം യൗവനമാണ് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് അച്ചൻകോവില് അത് 2 തോഴിമാരാന്നാണ് വിളിക്കുന്നത് അല്ലേ? ഭാര്യമാരെന്ന് പറയില്ല. തോഴിമാരുമായിട്ട് ആണ്. പക്ഷെ ഗൃഹസ്ഥാശ്രമം എന്നും പറയുന്നുണ്ട്. പൂർണ്ണ ആൻഡ് പുഷ്കല. അപ്പൊ ഇവിടെ വെച്ച് ആ തൊഴിയുണ്ട് കൗമാരത്തിൽ തന്നെ. ഇവിടുത്തെ തൃക്കല്യാണ ചടങ്ങ് നടക്കുന്ന ആകശാസ്ത്ര ക്ഷേത്രം. അതാണ് ഇവിടെ മണ്ഡപമുണ്ട് അല്ലേ? കല്യാണ മണ്ഡപമുണ്ട്. തൃക്കല്യാണം നടക്കുന്ന ഏക ശാസ്ത്ര ക്ഷേത്രം. അപ്പൊ അതിന്റെ അർത്ഥം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷെ കല്യാണം കഴിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ആളുണ്ട് അകത്ത് പ്രതിഷ്ഠയായിട്ട്. പുഷ്കല പുഷ്കല എന്ന് പറയുന്നത് കഥയിൽ പറയുന്നത് മധുര സൗരാഷ്ട്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. അവരാണ് വധുവിന്റെ ആൾക്കാരായിട്ട് ഈ തൃക്കല്യാണ ചടങ്ങിന് ഇവിടെ വരുന്നത്. ഗുജറാത്തിലെ സൗരാഷ്ട്ര. അതെ, ഗുജറാത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഇവർ തമിഴ്നാട്ടിലാണ്. അവിടെ വന്ന കുറെ. അപ്പൊ ഈ തൃക്കല്യാണം എന്ന് പറഞ്ഞ ചടങ്ങ് ഇവിടെ നടക്കുമ്പോ അത് ഏത് മാസമാണ് നടക്കുന്നത്? ധനുമാസത്തില്. മണ്ഡലപൂജയുടെ തലേദിവസം തൃക്കല്യാണം. 40ാം നാള് ഇവിടെ തൃക്കല്യാണം നടക്കും. അപ്പൊ ഈ ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന സൗരാഷ്ട്ര. എന്നാലും അത് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവര് സൗരാഷ്ട്രക്കാരാണ് അല്ലേ? അതായത് രാജാവിന് മുൻകാലങ്ങളിൽ പട്ട് നെയ്ത് കൊണ്ട് കൊടുക്കുന്ന, അതായത് ഒരു തൊഴിൽ എന്ന് പറയുന്നത് നെയ്ത്താണ്. ബിസിനസ് അങ്ങനത്തെ ആൾക്കാരായിരുന്നു. വസ്ത്രം അവിടെ ഓരോ ജാതിക്ക് ഓരോ. ശരി. അപ്പൊ അവരുടെ അവിടെ നിന്നാണ് ഈ പുഷ്കല വരുന്നത്. അതാണ് ഇവിടുത്തെ. അതായത് അതിന്റെ ഒരു കഥ, ചെറിയ കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ അധികാരിയായിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇവർ ഈ കുട്ടിയുമായിട്ട് വന്ന വഴിക്ക് രാജാവിന് ഈ എന്താ പറയുന്ന പട്ട് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ കുട്ടിയും കൂടുതലുണ്ടായിരുന്നെന്നും അങ്ങനെ പോകുന്ന വഴിക്ക് ആനയുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് അവിടുത്തെ ഒരു ബ്രാഹ്മണനെ ഏൽപ്പിച്ചെന്നു. ശേഷം ഇവർ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഇതിനോടൊരു കുട്ടിക്ക് ഇഷ്ടം തോന്നിയെന്നും 2 കുലമായതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞ് ശാന്തമായിട്ട് അങ്ങനെ കൂടെ ഇരുത്തിയിരിക്കുന്നതാണ്. ജസ്റ്റ് തോഴിയായിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ ഇരുത്തിയിരിക്കുന്നു. അതിന് ആ ഒരു ചടങ്ങിനാണ് വേണ്ടിയിട്ട് ഈ കല്യാണം 2 കൂടി അങ്ങോട്ട് അല്ലേ? വളരെ വ്യത്യാസമാണ് എല്ലാം. കഥ ഇതെല്ലാം പല ഐതിഹ്യങ്ങളാണ്. ഇത് ഒതന്റിക് മതഗജവാഹൻ എന്നാ പറയുന്നത്. അതായത് മതം പിടിച്ച് ആനയെ അടക്കി അതിന്റെ പുറത്തിരിക്കുന്ന ആളായിട്ടാണ്, ആനപ്പുറത്തിരിക്കുന്നതായിട്ടാണ് സങ്കല്പം.
ഓ, മതമിളകിയ ആനയെ അതുകൊണ്ട് നമ്മുടെ വെച്ചിട്ട് ഓക്കെ ഉണ്ടല്ലേ, അത് കാണാം. ആനയുണ്ട് എൻ്റെ ആനയുടെ പുറത്തായിരിക്കുന്നത്. അത് ശരി, ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവാണ്, അതിവിടെയാണ് ധർമ്മശാസ്താവ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് ആര്യങ്കാവ്. പിന്നെ റോഡിൽ നിന്നും താഴ്ന്ന ഇതിലല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. 100 അടി താഴ്ചയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 100 അടി താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്. ഭയങ്കര. പിന്നെ അതിന്റെ മറ്റൊരു കഥ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ 40-ാം നാള് തൃക്കല്യാണം നടക്കുമ്പോൾ 39-ാമത്തെ ദിവസം, 39 എന്ന് പറയുമ്പോൾ ധനി നമുക്ക് 9, 10 ഒക്കെ വരും. ഒരു ദിവസം ചേഞ്ച് ഉണ്ടാവും, ഈ ലീപ് ഇയർ വരുന്നത് ഫെബ്രുവരി അല്ലേ. പ്രാവശ്യം നമുക്ക് മണ്ഡലപൂജ 27 ആയിരുന്നു ഡിസംബർ. 26 കല്യാണം, 25-ാം തീയതി പാണ്ഡ്യമുടുപ്പ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്, അതായത് നിശ്ചയദാർഢ്യം. അവിടെ നിന്നിട്ടാണ് ഈ ചടങ്ങ് തുടങ്ങുന്നത്. അതിന് അവർ വരും. അവർ വന്ന് അതല്ല അവരുടെ ആചാരപ്രകാരം, നമ്മുടെ ആചാരപ്രകാരമാണ്. അതെ അതെ, അവിടെ അതായത് നമ്മൾ വധുവിന്റെ ആൾക്കാരായിട്ട് ഈ മധുര സൗരാഷ്ട്രാസും വരന്റെ ആൾക്കാർ, അതായത് ശാസ്താവിന്റെ ആൾക്കാരായിട്ട് ഭാരവാഹികള്, തിരുവാതിര ദേവസ്വം ബോർഡിന്റെ പിന്നെ ഉദ്യോഗസ്ഥര്, ഇവിടുത്തെ നാട്ടുകാർ, ഉപദേശസമിതി, അങ്ങനെ 2 വിഭാഗമായിട്ടിരുന്ന് അവരുടെ രീതിയിലാണ് ചടങ്ങ് നടത്തുന്നത്. മധുരൈ സൗരാഷ്ട്ര വേറെ രീതിയാണ്. അത് ഇതിന്റെ അകത്തല്ല നടത്തുന്നത്, പുറത്താണ്. അതിന്റെ മണ്ഡപം ഇവിടെ ഉണ്ടല്ലോ. കൊട്ടാരത്തിലാണോ നിശ്ചയം നടക്കുന്നത്? കൊട്ടാരം നമ്മുടെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്. രാജാവ് രാജാവെന്ന് ഉദ്ദേശിക്കുന്ന പന്തളം രാജാവിനെയാണോ? അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ. തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറ്റം വന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മനസ്സിലായി. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് വന്നാൽ വിശ്രമിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ, ചെറിയ കൊട്ടാരം, അവിടെ വെച്ചിട്ടാണ് നിശ്ചയം. അപ്പോൾ എല്ലാം വ്യത്യാസമാണ്, നമ്മൾ പുതിയ അറിവുകളാണ്. എന്തായാലും താങ്ക് യു, അത് വലിയ സന്തോഷം. ഇനി കാണാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് കാണാം. ഓക്കെ. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടോ കാല് നനയ്ക്കാനായിട്ട്? അകത്തെ പ്രതിഷ്ഠയുടെ ഒരു രൂപം ഇതാണ്. ധർമ്മശാസ്താവ് ഇരിക്കുന്നത് ആനപ്പുറത്താണ്. ഇടത് സൈഡിൽ പുഷ്കലാദേവി, ശിവലിംഗം വളരെ പ്രധാനമാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും ശിവലിംഗത്തിനൊരു പ്രാധാന്യമുണ്ട്. ശിവാംശം ഉണ്ട് എന്നാണ് സങ്കല്പം. ഇതാണ് ആര്യങ്കോവിലെ അയ്യൻ എന്നാണ് പറയുന്നത്, ആര്യങ്കോവിൽ അയ്യൻ. ഇതൊരു വലിയ കൂവളത്തിൻ്റെ മരമാണ്. ഇവിടെയാണ് ഇതെല്ലാം തൊട്ടിലൊക്കെ അല്ലേ ആൾക്കാർ കൊണ്ടുവരുന്നത്. അവരുടെ ഒരു കുറച്ചൊരു തമിഴ് കൾച്ചർ, തമിഴ് ആചാരങ്ങളൊക്കെ ഒരു ഇന്റർമിംഗ്ലിംഗ് ആണ്. കാര്യം ഇതൊരു ബോർഡർ ആണല്ലോ ഏകദേശം. അപ്പോൾ ഒരുപാട് ഡിവോട്ടീസ് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു തമിഴ് കൾച്ചറാണ് ഇവിടെ. ഇവിടുത്തെ റിലീജിയസ് റൈറ്റ്സ് ഒക്കെ. ഇവിടെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ, ഗണപതി ഭഗവാൻ. അപ്പോൾ കല്ലടയാറിൻ്റെ പോഷക നദിയായിട്ട് തന്നെ ഇതിനെ പറയാം. കാരണം ഇത് പോയി ചേരുന്ന അവിടേക്കാണ്. ആഹാ, നല്ല തെളിഞ്ഞ വെള്ളം. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നൊരു സ്ട്രീം പോലെയാണ്. അതിനെ ഇവിടെ കുറച്ചൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു തടയണ മാതിരി. അത് കാരണം ഇത് കുറച്ച് ആൾക്കാർ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊന്നും മുങ്ങിപ്പൊങ്ങാനൊക്കെ ഉള്ളൊരു സ്പേസ്, കാല് നനയ്ക്കാം. നല്ല കൂൾ തണുത്ത വെള്ളം. ഇത് ഒഴുക്ക് വെള്ളം തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഒഴുകി പക്ഷെ കുറച്ചൊരു തടസ്സം വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഫ്ലോ ചെയ്ത് പോയില്ല, കുറച്ചിങ്ങനെ കിടക്കും. എന്ത് രസമായിരിക്കുന്നു. ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കാല് നനച്ച് വേണമെങ്കിലൊന്ന് മുങ്ങി നിവർന്ന് അകത്ത് പോയി അയ്യനെ കണ്ട് പ്രാർത്ഥിക്കുക, ആര്യങ്കാവിലെ അയ്യനെ കണ്ട് പ്രാർത്ഥിച്ചു പോകണം എന്നൊക്കെയാണ് രീതികൾ. ഇണ്ടലിയപ്പൻ അല്ലേ? ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ കൊടിമരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൃശ്ചികം 1-ന് അകത്തുനിന്ന് ഒരു വിളക്ക് കൊണ്ടുവന്ന് നാലമ്പലത്തിൽ കൊണ്ടുവരും. ഓക്കെ. കിടാവിളക്ക് എന്നറിയപ്പെടും. അത് മണ്ഡലപൂജ കഴിയുമ്പോഴാണ് എത്തുള്ളൂ. അതിന്റെ മുന്നിൽ കളവെഴുത്തും പാട്ടും ഉണ്ട്. ഭഗവാന്റെ രൂപം വരച്ച് വെളിയിലേക്ക്, അതായത് കൊടിമരത്തിന് പകരം ഈ രൂപം വരച്ച് അവിടുന്ന് ഒരു കളവെഴുത്തും പാട്ടുണ്ട്. അവിടുന്ന് ഈ പൂജ കഴിയുമ്പോൾ ഒരു വാളെഴുന്നള്ളതുണ്ട്. ശാസ്താവ് അവിടുന്ന് വാളിടുന്നത് ഇതിലേ വന്ന് പ്രദേശം. അതായത് ഇപ്പോൾ ഇവിടെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകുന്നതായിട്ടും. അതായത് ഇവിടുത്തെ ഇണ്ടലിയപ്പൻ എന്ന് പറയുന്നത് ശിവഭഗവാൻ എന്നാണ് സങ്കല്പം അല്ലേ? ശിവഭഗവാനാണ് ഇണ്ടലിയപ്പനായിട്ട് അറിയുന്നത്. അത് അച്ഛനെ വന്ന് കണ്ടിട്ട് പോകുന്ന പോലെ വന്ന് വരും. അപ്പോൾ ഇവിടെ കൊടിമരം ഇല്ല, അതിന് പകരമാണ് ഈ ചടങ്ങ് കടാവിളക്ക്. ഇവിടെ പ്രതിഷ്ഠയില്ല, പക്ഷേ യക്ഷി സങ്കല്പമാണ് ഇവിടെ. എവിടെയും ഇല്ല, ഒറിജിനൽ പ്രതിഷ്ഠയില്ല, എല്ലായിടത്തും സങ്കല്പമാണ്. പിന്നെ ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത്, നൂറ്റാണ്ടുകൾ പഴക്കം. അത് പല പല കാരണങ്ങൾ കൊണ്ട്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടാകാം, തീപിടുത്തം കൊണ്ടോ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേ നശിച്ചു. അത് കഴിഞ്ഞിട്ട് പുനർനിർമ്മാണം പാണ്ഡ്യരാജാക്കന്മാരുടെ ലീഡർഷിപ്പിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് തമിഴ്നാട് ആൻഡ് മലയാളീസ്. അപ്പോൾ തൃക്കല്യാണ മണ്ഡപമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള കൽമണ്ഡപം. ഇവിടെ ധർമ്മശാസ്താവിൻ്റെ തൃക്കല്യാണം, ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലം.
ഓ ഇത് എത്ര വർഷം വഴക്കുണ്ടാവും. തൊട്ടിലൊക്കെ ഉണ്ട്, ഹാട്ട് തൊട്ടില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയമാകുമ്പോൾ അവിടെ വെക്കും. ഓ അതെ, അതിൻ്റെ എല്ലാം ഉണ്ട്. ഓക്കെ, അറിയാം അതുപോലെ. ഓ ആ സമയമാകുമ്പോൾ അത് കൊണ്ടുവന്ന് അകത്തുണ്ട്. ആ ആണോ, തനി വിഗ്രഹമുണ്ട്. അതൊക്കെ ആ സമയത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരും. തിരുകല്യാണം ആചാരപ്രകാരം തമിഴ്നാട് ബ്രാഹ്മണരാണ് ആ പരിപാടി. അതായത് ഗുജറാത്തീസ് ആണെങ്കിലും തമിഴ് സെറ്റിൽഡ് ഗുജറാത്തീസാണ്, മധുരൈ ഗുജറാത്തീസ്. അപ്പം അവരുടെ പൂജാരിമാരൊക്കെ വന്നിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് അല്ലേ ചടങ്ങുകൾ. ഓക്കെ, ഇതാണ് ആ കതിർ മണ്ഡപത്തിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലം. ടോട്ടൽ കല്യാണ മണ്ഡപം ടോട്ടലായിട്ട് ഒറ്റക്കല്ല് മനസ്സിലായി, ഒറ്റക്കല്ലിൽ ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും ഈ പീഠം. ഓക്കെ, 2026 ഡിസംബർ 25-26, അതായത് ക്രിസ്മസിൻ്റെ അന്നും പിറ്റന്നുമായിട്ട് ആ സമയത്താണ് ഇവിടെ തിരുക്കല്യാണം നടക്കാൻ പോണത് ഈ വർഷം. വന്നാൽ കാണാം, പ്രാർത്ഥിക്കാം. രാത്രി ആഫ്റ്റർ ദീപാരാധന. ഓക്കെ, ഇവിടെയും നാഗരാജാവിൻ്റെ ക്ഷേത്രം, ഒരു കാവിൻ്റെ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. നാഗര് കാവാണിത്. അങ്ങനെ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥിച്ചു നമ്മൾ ഇറങ്ങുന്നു. ഇനി നേരെ അച്ചൻകോവിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. 1.25 മണിക്കൂർ എടുക്കും വനത്തിലൂടെയുള്ള യാത്ര. ഇവിടെ നിന്ന് കുറച്ച് പായസം കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ നിവേദ്യ പായസം. അല്ലാണ്ട് അരവണയും ഉണ്ണിയപ്പമൊക്കെ കിട്ടും മേടിക്കാൻ. പക്ഷേ ഇത് പായസം. അപ്പോൾ നമ്മൾ ആര്യങ്കാവിൽ നിന്നും ഏകദേശം ഒരു 45 കിലോമീറ്റേഴ്സ് മുന്നോട്ട് പോവുകയാണ്. അതിലിപ്പോൾ ഇനിയൊരു 12 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് റേഞ്ചിനകത്ത് തന്നെ കയറിയിട്ടുണ്ട്. ഇത് കോന്നി ഫോറസ്റ്റ് റേഞ്ചാണ്. അപ്പോൾ അതിനകത്ത് കൂടി ഒരു 12 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഫൈനലി അച്ചൻകോവിൽ എത്തും. അങ്ങനെ ഏതാണ്ട് ഒരു 45 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു 1.25 മണിക്കൂർ കാടിലൂടെ നമ്മൾ അച്ചൻകോവിലെത്തിയിരിക്കുന്നു. യെസ്, അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്ര പരിസരത്താണ്. ഈ അച്ചൻകോവിലിൻ്റെ ക്ഷേത്ര ഉപദേശക സമിതി അംഗമാണ് അദ്ദേഹം, സെക്രട്ടറിയാണ്. അതായത് അച്ചൻകോവിൽ സുരേഷ് ബാബു. പേരിനോടൊപ്പം ഇതുണ്ട്, സ്ഥലപ്പേരും കൂടി ചേർന്ന് ക്ഷേത്രവും ഒക്കെ. പഴയ അതെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു വരുന്നതിന് മുമ്പ്. ജസ്റ്റ് സജയം വിളിച്ചിരുന്നു, അപ്പോൾ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കറുപ്പസ്വാമിയെ തൊഴുതിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കറുപ്പസ്വാമിയുടെ അത് അദ്ദേഹത്തിൻ്റെ കുടുംബ അവകാശം, അവരുടെ കുടുംബക്ഷേത്രം കൂടിയാണ്. ഐതിഹ്യമായി പറയുന്ന താഴത്തെ കുടുംബം. ഓക്കെ, അതാണ് അവരുടെ കുടുംബക്ഷേത്രമാണിത്. ശരിക്കും പറഞ്ഞാൽ കറുപ്പസ്വാമി അവരുടെ ദൈവമാണ്. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാടാണ് അല്ലേ. ഇവിടെ പിന്നെ ഊട്ട് എന്ന് പറയുന്നത് കറുപ്പനൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണെന്നാണ് പറയുന്നത്. കാര്യസാധ്യ വഴിപാട് ആണല്ലേ. ഓക്കെ, എന്തെങ്കിലും കറുപ്പനോട് വന്ന് എനിക്ക് ഇന്നത് സാധിച്ചു കിട്ടണം, സാധിച്ചു കിട്ടിയാൽ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ വഴിപാടായിട്ടുള്ള കറുപ്പനൂട്ട് ഞാൻ നടത്തേക്കാം. പണ്ടത്തൊക്കെ ഒത്തിരി പണം ഉണ്ടാവും, ഇപ്പോൾ ഒരു 10-12 രൂപയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യം സാധിച്ചിട്ട് വന്ന് ചെയ്യണം. ഓ അങ്ങനെയാണല്ലേ. ഇല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ കൊണ്ടുവന്ന് ചെയ്യിക്കല്ലേ. കാരണം നമ്മുടെ ധർമ്മശാസ്താവിന് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പണമുള്ള ഒരു കുടുംബം, അവർക്ക് ബ്രാഹ്മണസ് കുടുംബമാണ്. കുട്ടികളില്ലാവുന്ന അയ്യപ്പനോട് പറഞ്ഞ അയ്യപ്പ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കണം, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കുള്ളത് മൊത്തം അയ്യപ്പന് തന്നേക്കാം. അങ്ങനെ പറയും. ഇവര് പോയി പിന്നെ കുട്ടി ജനിക്കുന്നു. പിന്നെ അങ്ങനെ ആ കുഞ്ഞിനെ അയ്യപ്പന് കൊടുക്കാന്ന് പറയുന്നൊന്നും കൊടുത്തൊന്നുമില്ല. അപ്പം അതിനുശേഷം ഇവർ ഉപനയം കുട്ടിക്ക് ആ ഉപനയം ചടങ്ങ് വലിയ ആഘോഷത്തോടുകൂടി ഉത്സവത്തോടുകൂടിയാണ് നാട്ടിൽ നടക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് കുഞ്ഞിനെ കാണാതെ പോകും. അത് കറുപ്പൻ പൂഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് പറയുന്നത്. അതിനുശേഷം അവിടെ അവര് പിടിച്ചു നോക്കലും ബഹളവും, കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉറഞ്ഞ് തുള്ളി അവിടെ ഒരാൾ പറയുന്നു, അച്ചൻകോവിൽ അയ്യപ്പന് നിങ്ങളൊരു വഴിപാട് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അയ്യോ ആണെന്ന് പറഞ്ഞ് പിന്നെ പ്രാശ്ചിത്വം ചെയ്ത് ഇവർ കൊണ്ടു കൊടുത്തേക്കെന്ന് പറഞ്ഞു. പിന്നെ ആള് തുള്ളി പറഞ്ഞിട്ടാണ് അറിവ്.
നിങ്ങൾ വിതച്ചാൽ കിളിക്കാത്ത ഭൂമി ഉണ്ടെങ്കിൽ അത് മതി അച്ചൻകോവിൽ അയ്യപ്പനെന്ന്. അങ്ങനെ ഇപ്പോഴും 300 പറ നിലം നമ്മുടെ ഈ തമിഴ്നാട്ടിലെ അയ്യപ്പന് വേണ്ടിയുണ്ട്. ഓ അത് ശരി. അതിൽ ഇപ്പോഴും ഉണ്ടത്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം പോകുന്ന നെൽക്കതിരി ശബരിമല കൊണ്ടുവന്നത് തമിഴ്നാട്ടുകാരെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ശബരിമല ഇവിടുന്ന് കൊണ്ടുവരുന്നത്, പാലക്കാട്ട് നിന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്നു. ഈ പ്രാവശ്യം ഇവിടെ തന്നെ ഞങ്ങൾ നെൽ വിതച്ച് അത് ഇതുകൊണ്ട് പോകാനാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു വലിയ തീരുമാനം. ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ ഭൂമി. അപ്പൊ അങ്ങനെയുണ്ട്, അങ്ങനെ പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന നാടാണ്. അതുപോലെ അയ്യപ്പ സ്വാമിയായിട്ട് ധർമ്മശാസ്ത്രമായിട്ടും വളരെ അടുത്ത് കിടക്കുന്നല്ലേ. അത് പറഞ്ഞ അയ്യപ്പന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവ് അവിടുന്ന് കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാദത്തെ നോക്കിയിരിക്കുകയാണ്. കറുപ്പൻ പ്രൊട്ടക്ഷനാണ്. അതെ ശരിയാ. നേരെ അവിടെ ഇത് ശരിക്കും ശബരിമല പോലെ തന്നെ 18 പടി കയറിയാണ് ഇവിടെയും പോകുന്നത് അച്ചൻകോവിൽ ക്ഷേത്രം. അപ്പൊ കറുപ്പസ്വാമി ഫേസിങ് ഇവിടെ ഭഗവാനെ പ്രൊട്ടക്ഷനാണ്. അദ്ദേഹത്തിന്റെ എല്ലാമാണ് ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇവിടെ കണ്ടിട്ട് പോണതാണ് അത് ഇഷ്ടം. അയ്യപ്പ സ്വാമിക്ക് അതാണ് ഇഷ്ടം. അയ്യപ്പന്റെ ഇഷ്ടം കറുപ്പനെ കണ്ടിട്ട് വന്ന് കാണുന്നതാണ്. എന്ത് ആചാരങ്ങൾ നടക്കുമ്പോഴും എല്ലാം ഇവിടെ കറുപ്പസ്വാമി എടുക്ക വന്നിട്ട്. അതെ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ വന്ന് നമ്മളെ കൊണ്ടാണ് ടീച്ചറെ ഇവിടെ തൊഴുതിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. വലിയൊരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഇത് ക്ഷേത്രം. ഇവിടെ കറുപ്പസ്വാമിയും കറുപ്പായി അമ്മയും ഉണ്ട് അല്ലേ? ഭാര്യയും ഭർത്താവും. അയ്യപ്പനെ പരിപൂർണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് കറുപ്പസ്വാമിയുടെ പെർമിഷൻ ഇല്ലാതെ അയ്യപ്പൻ ഒന്നും ചെയ്യില്ല. നമ്മുടെ ആചാരപ്രകാരം ആദ്യം കറുപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച ശേഷമാണ് അയ്യപ്പനെ കാണുന്നത്. നാളെ പുഷ്പാഭിഷേകം. ആദ്യം അതിനപ്പുറത്ത് ഒരു വട്ട പൂ കൊണ്ടുവന്ന് പകുതി കറുപ്പസ്വാമിക്ക് അഭിഷേകം ചെയ്ത് അതിന്റെ ഹാഫാണ് അയ്യപ്പൻ ആദ്യമായിട്ട് അഭിഷേകം ചെയ്തത്. ഇതിന്റെ ചുരുക്കം എന്ന് പറയുമ്പോൾ ഇങ്ങനെ 100 പേരുണ്ട്, 10,000 പേരുണ്ടെങ്കിൽ 10,000 പേരും അങ്ങനെ ചെയ്യണം. അതിന്റെ ചുരുക്കം കറുപ്പസ്വാമി സ്വയം പരിശോധിച്ചു അയ്യപ്പന് പൂർണ്ണമായി ഉപയോഗിക്കാം. അത്ര ഇതാണ് അയ്യപ്പനും കറുപ്പസ്വാമിയുമായിട്ടുള്ള ബന്ധം. കറുപ്പസ്വാമി എന്ന് പറയുമ്പോൾ അതിശക്തനായ ഒരു ദൈവമാണ്. നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ കൃത്യമായി പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയവും. വളരെ സന്തോഷം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മാഡം അച്ചൻകോവിലേക്ക് എത്തുന്നില്ല. ഞാൻ പണ്ട് വന്നിട്ടുള്ളതാ. ഇവിടെ കറുപ്പസ്വാമിയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഭാര്യാസമേതനായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അയ്യപ്പസ്വാമിയുടെ കംപ്ലീറ്റ് ഇവിടുത്തെ ധർമ്മശാസ്താവിൻ്റെ അച്ചൻകോവിലെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്. നേരെ കാല് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് ഇദ്ദേഹം. അവിടെ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോവുക. അവിടെ ഒരു പുഷ്പാഭിഷേകം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞിട്ടാണ് അവിടെ ബാക്കി കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ആത്മബന്ധം. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ നിന്നാണ് ഉത്ഭവം എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ ഉപദൈവങ്ങളും തമിഴ്നാട്ടിലെ ദൈവങ്ങൾ തന്നെയാണ്, തമിഴ് ദൈവങ്ങൾ. അതായത് ചേപ്പാറ മുണ്ട്, അതാണ് ഒരു ഉപദൈവം. ചേപ്പാറ മുണ്ട് മലയുടെ അവിടെ നിന്ന് ആ സാന്നിധ്യം. ചേപ്പാറ മുണ്ടൻ പാറ എന്നാണ് അവിടുത്തെ ആ പാറയുടെ പേര്. അവിടെ നിന്ന് വന്നതാണ്. ഇത് സാപ്പാനി മാടസ്വാമി. ഇത് കാളമാടസ്വാമി. കാളയുടെ തലയും. ഓക്കെ. കറുപ്പസ്വാമിയുടെ ഉപദൈവങ്ങളാണ് ഈ കാണുന്ന എല്ലാവരും. അപ്പോൾ ഇതൊക്കെ തമിഴ്നാട്ടിലുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരും. അവരുടെ കുലദൈവം പോലെയാണ് വിചാരിക്കുന്നത്. ഒരുപാട് സ്ഥലത്തുണ്ട്. കറുപ്പസ്വാമി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കുലദൈവം പോലെയാണ്. എന്തോ പാണ്ടി മലയാളം പാണ്ടി മലയാളം തമിഴ്നാട്ടുകാരുടെ, ആന്ധ്രക്കാരുടെ, കർണാടകക്കാരുടെ കൺകണ്ട ദൈവമാണ് കറുപ്പസ്വാമി. അവർക്ക് അയ്യപ്പന് വിശ്വാസമാണ് പരിധി വരെ. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് കറുപ്പസ്വാമിയാണ്. ഓക്കെ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ടത്. സിംഗപ്പൂര്, ജർമ്മനി, എല്ലായിടത്തും തമിഴ് ജനത എവിടെയുണ്ടോ അവിടെ എല്ലാം ആരാധിക്കുന്നുണ്ട് ഭയങ്കരമായ രീതിയിൽ. നല്ല വിശ്വാസമാണ് അവർക്ക്. മൂർത്തിയാണ് കറുപ്പസ്വാമി. അയ്യപ്പന്റെ
കാവൽ കാവൽ ദൈവം. അയ്യപ്പനെ പരിപൂർണമായി പ്രൊട്ടക്ട് ചെയ്യുന്നത് കറുപ്പസ്വാമിയാണ്. യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോയാൽ നടക്കും എന്നാണ് പറയുന്നത്. സ്വാമി പറഞ്ഞല്ലോ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കാര്യസാധ്യ വഴിപാട് അത് കൂട്ടായിട്ടാണ് നടത്തുന്നത്. അത് മനസ്സുകൊണ്ട് നേർന്നാലും മതി. നമ്മുടെ മനസ്സോടെ നേർന്നിട്ട് നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ആ ഒരു കറുപ്പനൂട്ട് ചെയ്താൽ മതി. താഴത്തേതിൽ കുടുംബത്തിന്റെ അവകാശ സ്ഥലമാണ്. ഇവിടുത്തെ പൂജാരികൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അർഹതപ്പെട്ട താഴത്തേത്. ആ കുടുംബത്തിലെ അംഗങ്ങളുടെ കൂടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതൊരു ഭാഗ്യം. ഓക്കെ, നാഗരാജാവ് എല്ലാവരും ഉണ്ട് ഇവിടെ. ഓ, കൊച്ചിട്ടാൻ ദേവൻ. ഓക്കെ, കൂടെ നാഗരാജാക്കന്മാരൊക്കെ ആണല്ലേ. ഓക്കെ, ഇതൊക്കെ ആൾക്കാർ നേർച്ചയായിട്ട് കൊണ്ടുവയ്ക്കുന്നതാണോ? ഓ, വാള് കൊണ്ട് നേർച്ചയായിട്ട് കൊടുക്കും അല്ലേ? എത്രയും പലത്. തുള്ളുന്ന സമയത്ത് വാള് അതിന് ഉടവാള് വെച്ചിട്ട് പൂജ വയ്ക്കുന്ന വാള്. ഓക്കെ, ഇതാ നേർച്ചയായിട്ട് ആൾക്കാർ. ഓ, മനസ്സിലായി. ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം ബ്രാഹ്മൺസാണ്. തൊട്ടിപ്പുറത്തോ? ഇത് മീൻസ് ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ തന്നെയും ഈ ക്ഷേത്രത്തോട്ട് വൈകാരി ഇത് ശങ്കിലി ഭൂതത്തിനായിട്ടിരിക്കുന്നത്. നമ്മള് ചങ്ങനക്കിട്ടിരിക്കുക. ആരത്? ഇവിടെ ഓ, ഇവിടെ വേറൊരു ദൈവമുണ്ട്. ബ്രാഹ്മൺസാണ് ഇവിടെ ശങ്കലി ഭൂതത്താൻ. ചങ്ങലയ്ക്ക് ബന്ധിച്ചിരിക്കുകയാണോ? പക്ഷെ ഇവിടെ മാത്രം ബ്രാഹ്മിൻസ് ആണ് പൂജ ചെയ്യുന്നത്. ഇവിടെ കറുപ്പസ്വാമിക്ക് അല്ല. ഉത്സവവുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തേക്ക് തന്ത്രിയുടെ അനുവാദത്തോടു കൂടി അഴിച്ചു. അയ്യോ, അതിന്റെ ആറാട്ടോടുകൂടി ആറാടുന്നതിന് തൊട്ട് മുൻപേ വീണ്ടും ചങ്ങലയെ ബന്ധിച്ച്. അതെന്താ അതിന്റെ ഒരു ചരിത്രം? ഒരു ഐതിഹ്യം പറയുന്നത് അയ്യപ്പൻ യുദ്ധത്തിന് പോയി. അങ്ങനെ പോയി നിരവധി പേരെ ഉടപ്പെടുത്തി ആ രക്തക്കരയോടുകൂടി രൗദ്രഭാവത്തോട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അയ്യപ്പൻ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെ അവസ്ഥ ഈ പറഞ്ഞ ഈ തമിഴ് മറവപ്പടയും അങ്ങനെയൊക്കെ ഏറ്റുമുട്ടാൻ പോയ സമയത്ത് അങ്ങനെ അയ്യപ്പൻ അങ്ങനെ പോയ രക്തക്കരയോടുകൂടി വന്ന രൗദ്രഭാവത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഈ ശങ്കലി ഭൂതത്താൻ എന്ന് പറയുന്നത്. ആ അവസ്ഥയാണ് ധർമ്മശാസ്താവിന്റെ. അതുകൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് അല്ലേ? കറുപ്പസ്വാമിയുടെ ഏൽപ്പിച്ചിരിക്കുന്നത്. 10 ദിവസത്തേക്ക് മാത്രം. അതിവിടെ ബ്രാഹ്മിൻസ് ആണ് ഇവിടെ പൂജ ചെയ്യുന്നത്. ഓ, ഓക്കെ, വീണ്ടും അയ്യപ്പന്റെ മഹിഷി വാസനമായിട്ട് നമുക്കറിയാം. ഇത്രയും വലിയൊരു ദിവ്യാഭൂഷണം കൊടുക്കുന്ന ആളാണ് അയ്യപ്പൻ. നമ്മൾ ആരെങ്കിലും പാമ്പ് കടിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അതെ അതെ, ഇവിടെ അവിടെ അടച്ചമ്പലം രണ്ടാമത് തുറക്കണമെങ്കിൽ പാമ്പ് കടിയേറ്റ് ഒരാൾക്ക് വേണ്ടി മാത്രം. അതായത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് അച്ചൻകോവിലിന്റെ അകത്തെ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത പണ്ട് തൊട്ട് അല്ലേ, വളരെ ഉഗ്രവേഷം തീണ്ടി വരുന്ന ആൾക്കാർ പോലും ആ വിളി വന്നാൽ നട അടച്ചിരുന്നാൽ തുറന്നിട്ട് തീർത്ഥവും അല്ലേ പ്രസാദവും കൊടുക്കും. ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ പോലും ഇത്ര തിരക്കുള്ള പ്രദേശത്ത് പോലും ഒരു മേൽശാന്തി ഉണ്ട്. പക്ഷേ ഇവിടെ 2 മേൽശാന്തിമാരുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങള് പഴയ കുടുംബക്കാർ, ഞങ്ങള് ഇപ്പൊ 8 മണി കഴിഞ്ഞിട്ട് അമ്പലം വീണ്ടും 1 മണി അടിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. ദാര് സർപ്പദർശനം ആര് കൊണ്ടുവന്നു. അപ്പൊ ആ ചുറ്റുപാട് താമസക്കാർക്കറിയാം. അപ്പൊ ഈ ഏത് സമയത്തും ഏത് അർദ്ധരാത്രിയിലും ശേഷം ക്ഷേത്രം തുറക്കുന്നത് ഈ പാമ്പുകടി അയ്യപ്പൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരില്ല. ഇപ്പോഴും കൊണ്ടുവരില്ല. ധാരാളം ആൾക്കാർ കൊണ്ടുവരും. പിന്നെ തലയ്ക്ക് വരെ കടിച്ചു കൊണ്ടുപോകും. അവിടെ കൊടുത്ത അടുത്ത സമയത്തൊക്കെ കൊണ്ടുവന്ന് അവിടെ അയ്യപ്പന്റെ ഒരു അവസ്ഥ, ഈ ഒരു കൈയെ ഈ മുട്ടയെ പിടിച്ച് ഈ കൈയില് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടിരിക്കുന്നത്. അപ്പൊ ഈ കൈ ചന്ദനവും, അതായത് റൈറ്റ് ഹാൻഡില് ചന്ദനവും പിന്നെ തീർത്ഥവും വെച്ചിട്ട് അവിടുത്തെ മണിക്കിണറിലെ തീർത്ഥമാണ് ഈ ചന്ദനം അവിടെ ചാലിച്ചു കൊടുക്കും. അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ പാമ്പ് പിടിച്ചവർ കൊടുക്കും. 2-3 ദിവസം അവിടെ നീലക്കോടി ദേവിയുടെ ഐതിഹ്യ ഉറവിടമാണ് നമ്മുടെ തീർത്ഥക്കിണർ. അതിൽ നിന്നുള്ള ജലം കൊടുക്കുമ്പോഴാണ്. അതെ, അത് ഔഷധ ഗുണമുള്ള കാര്യമാണ്. അതെ, ഇവിടുത്തെ ഭഗവാനെ കുറിച്ച് പറയുന്നത് തന്നെ വൈദ്യരായിട്ടാണ് അല്ലേ സങ്കല്പം. ഒരു വൈദ്യരുടെ സ്ഥാനത്താണ്, ഒരു മഹാവൈദ്യരാണ് ഇവിടുത്തെ അയ്യപ്പസ്വാമി, അതായത് ധർമ്മശാസ്താവ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോഴും പാമ്പ് കടിയേറ്റ ആൾക്കാരെ കൊണ്ടുവരുന്നു. ഇവിടെ തന്നെ 2-3 ദിവസം ചികിത്സയിൽ അല്ലേ, വേണ്ട ടൈം ടു ടൈം 24 hours മാറുന്ന അതായത് ഏത് സമയത്ത് വന്നാലും നട തുറക്കും. ഈ ഒരു തീർത്ഥവും മണിക്കിണറിൽ നിന്നുള്ള ആ ഒരു തീർത്ഥവും പിന്നെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന അരച്ച ചന്ദനവും
കൊടുത്ത് ചികിത്സിക്കും. ഒരു 10 പ്രാവശ്യം ചന്ദനം കഴിക്കാൻ കൊടുക്കുകയും അതോടൊപ്പം ഈ ചന്ദനം ഈ മുറിവാടുള്ള പുരട്ടുമൊക്കെ അതായത് കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ കോടീശ്വരനായ ഒരു കർഷകനെ പാമ്പ് കടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാ. 5 ഓപ്പറേഷൻ നടത്തി, ഒരു രക്ഷയില്ല. ഞങ്ങളൊക്കെ വന്ന അദ്ദേഹത്തിന്റെ കൈയിലെ മാംസം മാത്രം, എല്ല് മാത്രമേ കാണാൻ. അച്ചൻകോവിൽ വന്ന് 1 മാസം കർപ്പസ്വാമിയും തൊഴുത് എന്താ എപ്പോഴും ബുദ്ധിമുട്ടി ആൽത്തലയിലായിരുന്നു. ഇതേ തൃക്കൈ പ്രസാദം മേടിച്ചു കഴിച്ച് പൂർണ്ണമായിട്ടും ഭേദമായിട്ട് പോയാൽ 5 ഓപ്പറേഷൻ നടത്തിയിട്ട് രക്ഷപ്പെടാത്ത ആളിനെയാണ് അയ്യപ്പന്റെ തൃക്കൈ പ്രസാദം രക്ഷപ്പെട്ട്. അതിന് പറയുന്നത് തൃക്കൈ പ്രസാദം എന്നാണ് പറയുന്നത് അല്ലേ? തൃക്കൈ പ്രസാദം. അദ്ദേഹം അതായത് ധർമ്മശാസ്ത്ര അയ്യപ്പസ്വാമിയുടെ കയ്യിൽ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന അരച്ച പ്രസാദമാണ്, അതാണ് കൊടുക്കുന്നത്. ചന്ദനം, അതും ഈ മണിക്കിണറിലെ തീർത്ഥജലം. പ്രസാദം രാവിലെ നിർമ്മാല്യം കാണാൻ പോകുന്നവർക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. ആണല്ലേ? അല്ലെങ്കിൽ പാമ്പൊടിയേറ്റ് വരുന്നവർക്ക്. നിർമ്മാല്യം തൊഴുന്നവർക്കും പാമ്പടിയേറ്റവർക്കും ഉള്ളൂ. ഈ ശരണമയ്യപ്പ നമ്മൾ കയറാൻ പോവാണ്. ഇത് 18 പടികളാണ് കയറി പോകേണ്ടത്, ശബരിമല പോലെ തന്നെ. പക്ഷേ ഇവിടെ ഗണപതി ഭഗവാനുണ്ട്, അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പടി കയറി മേളിക്കും. ഇതെല്ലാം ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്. ഇതാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതിനെക്കാട്ടിലും എത്രയോ ഏകദേശം 30-40 വർഷത്തോളം ഇത് തീപിടുത്തമുണ്ടായി. മഠത്തില് നമ്മുടെ താഴെ സന്ധിക്കൊട്ടി അവിടെ കൊണ്ട് ഭഗവാനെ വെച്ചിരുന്നു. അത് മാത്രമല്ല പരിശ്രമം പ്രതിഷ്ഠ ചെയ്തത് അന്നത്തെ ബിംബം ഒരു ഇവിടുത്തെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് അത് ശരിയാണ്, അത് ഞാൻ കേട്ടായിരുന്നു. ബാക്കിയെല്ലാം പിന്നെ പുതിയ ബിംബങ്ങള്. ഓക്കെ, ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് പുനഃപ്രതിഷ്ഠ നടന്ന സമയമാണ്. 1106 ആണ്ടിലാണ്. 1201 1206 ആകുമ്പോഴത്തേക്ക് 100 വർഷം തികയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട്. ഓക്കെ, അതായത് ഇവിടെ രേവതി നക്ഷത്രത്തിലാണ്, മകരത്തിലെ രേവതി, നാളെയാണ് രേവതി. അതാണ് ഇവിടുത്തെ ഉത്സവം, മകരത്തിലെ രേവതി. നമ്മുടെ പ്രതിഷ്ഠാ വാർഷിക ദിനം. അതിന് കളഭാഭിഷേകം, പുഷ്പാഭിഷേകം. ആ പുഷ്പാഭിഷേകം ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമാണ്, അത്രയ്ക്ക് വിശേഷപ്പെട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പഴക്കം ചെന്ന അല്ലേ, പുരാതനമായ ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. പരശുരാമൻ സ്ഥാപിച്ചതെന്ന് പറയുന്ന വിഗ്രഹങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല എല്ലാം, പുന്നമ്പലമേട്, ഇതെല്ലാം ശിലയിലാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ശില പിന്നെ ഇവിടെ നാച്ചുറൽ കലാമിറ്റി എന്നാണ് പറയുന്നത്, തീപിടുത്തം അങ്ങനത്തെ കാര്യം കൊണ്ട് അവിടുത്തെ ഉണ്ട്. അതായത് കുളത്തൂപ്പുഴയിലെയും ആര്യങ്കാവിലെയും കുറച്ചൊക്കെ പാർഷ്യലി നശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെപ്പോഴും അതൊരു കൂട്ടിൽ വെച്ചിട്ട് പേടകത്തിൽ വെച്ചിട്ട് ഈ പ്രതിഷ്ഠയുടെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട്. പൂജ ചെയ്യുമ്പോൾ വച്ചിരിക്കുന്നത് അലങ്കാരബിംബത്തിനോട് ചേർന്ന് തന്നെ അതിരിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും തന്നെ കേടുപാട് വരാണ്ടിരിക്കുന്നത് ഇപ്പോഴും അച്ചൻകോവിലെ എക്സാക്ട് അതേ കാര്യം തന്നെയാണ്. അത് ഇവിടെയും തീപിടുത്തം ഉണ്ടായപ്പോൾ അതുകൊണ്ട് സംരക്ഷിച്ചു അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതും കാണുന്നതും എല്ലാം സംരക്ഷിച്ചു. അത് അപ്പൊ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വിഗ്രഹത്തിനെ തന്നെയാണ്, പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം തന്നെയാണ്. വിഷഹാരി പ്രധാന വൈദ്യ അല്ലേ, വൈദ്യ റൈറ്റ് ഹാൻഡിൽ അരച്ച ചന്ദനവും അഭിഷേക തീർത്ഥവുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നായിട്ട് കൊടുക്കുന്നത്. വന്നാലും ഏത് സമയത്തും അവർക്ക് വേണ്ടി നടന്നു. ഇവിടുത്തെ പടത്തിൽ തന്നെ ഉണ്ട്, ആ ഫോട്ടോ നോക്കുമ്പോൾ അറിയാം. അച്ചൻകോവിൽ ശാസ്താവ് പൂർണ്ണ പുഷ്കലാ സമേതരായിട്ടാണ് 2 ദേവിമാർ സമേതരായിട്ട്. വലത് പൂർണ്ണാദേവി, ഇടത് സൈഡിൽ പുഷ്കലാദേവി. ഇതാണ് അകത്തെ പ്രതിഷ്ഠ. അറുപത്തൊന്നില് 1961 ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഇവിടെ നടന്ന മഹാപുഷ്പാഭിഷേകം അച്ചൻകോവിൽ, അത് ശ്രീ വി വി ഗിരി അദ്ദേഹം വന്ന കൊണ്ടുവന്ന വികസനമാണ് ഇവിടെ അച്ചൻകോവിലെ ഏറ്റവും പ്രധാന. മനസ്സിലായി. അയ്യപ്പനെ തമിഴ് പോലീസും
കേരള പോലീസുടെ നമ്മുടെ ഈ പോയിട്ട് കാഴ്ച ശിവേലിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തോണ്ടാണ് ശിവലിക്ക് ആലോചിച്ചു. അന്ന് ശിവേലിക്ക് ഗാർഡ് ഓഫ് ഓണറോട് കൂടിയാണ് 1961. ഇത് 65 ഫോട്ടോ. പുഷ്പാഭിഷേകം എല്ലാ വർഷവും നടക്കുന്നതാണിത്. മഹാപുഷ്പാഭിഷേകം ഒരു ആനിവേഴ്സറി പോലെ അല്ലേ, ഓരോ വർഷവും പുനഃപ്രതിഷ്ഠ വാർഷികമാണ് ഓരോ പ്രാവശ്യം. അതായത് ഈ തീപിടുത്തമൊക്കെ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ക്ഷേത്രത്തിനെ ആയിക്കുടി അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ വരുന്ന സമയം പോലെ ഇവിടെ വികസനവും കാര്യങ്ങളും സ്കൂളോ പോസ്റ്റ് ഓഫീസോ ഒന്നും ഇല്ലാത്ത കാലഘട്ടം. റോഡില്ല. അങ്ങനെ ഈ സ്വാമി ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഓരോ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ ക്ഷേത്രത്തിൽ കൊണ്ടുവരും. അവരിലൂടെ ആ കാലത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരാൻ സാധിച്ചു. അന്ന് ഗവർണറായിരുന്നു, രാഷ്ട്രപതി ആയത്. എന്തായാലും അതൊരു വലിയ സംഭവമാണ്. ഇവിടുത്തെ ആ ഒരു പ്രാധാന്യം ശ്രീ വിഗിരി അത് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെല്ലാം തമിഴ്നാടുമായിട്ടുള്ള ബന്ധമേ തൊഴിലുള്ള ഓടുന്നില്ല. 87 ശേഷമാണ് നമുക്ക് നെല്ലൂരിലേക്ക് ഇതുവഴി ഞങ്ങൾ എന്ത് കാര്യത്തിന് പോകുന്നത്, ഞങ്ങളും പോകുന്നത് നമ്മളെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവ്, ശബരിമല ഒരേ ഒരു നേർരേഖകളിലാണ്. നേർരേഖ. അഞ്ചാമത്തെ ക്ഷേത്രവും അല്ല, അഞ്ചാമത്തെ സ്ഥാനവും പൊന്നമ്പലമേടും. ഓക്കെ. അതായത് സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറ് വശം ഈ 5 ക്ഷേത്രങ്ങളും ഒരേ ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവില്, ശബരിമല, പൊന്നമ്പലമേട്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതായത് പല സ്റ്റേജസ് ആണ് ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ പല അവസ്ഥയിലൂടെ. അതായത് ബാല്യകാലം, കൗമാരം, ഗൃഹസ്ഥാശ്രമി, പിന്നെ അത് കഴിഞ്ഞ് സന്യാസം, ഏകാന്തവാസം, വാനപ്രസ്ഥം അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ആ ഒരു പല പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഒറ്റ ഇതിൽ ചെയ്യുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഭയങ്കര അച്ചൻകോവിൽ ആറിൻ്റെ ഉത്ഭവ സ്ഥലവും കൂടി ഇവിടെയാണ്. അച്ചൻകോവിൽ ആ ഭാഗത്താണ്. എന്തായാലും വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്, നമ്മൾ വന്നിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ശബരിമല സീസൺ ആകുമ്പോൾ ഇതെല്ലാം ഒരു ഒന്നിച്ച് കണക്ട് ചെയ്താണ് വരുന്നത്. ഇതെല്ലാം ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് പരശുരാമ പ്രതിഷ്ഠ. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ അന്നത്തെ അതേ പ്രതിഷ്ഠ തന്നെയാണ്. പക്ഷെ അതിലിപ്പോൾ ഇങ്ങനെ ലോഹം കാണുന്നത് അതിൻ്റെ മുന്നേ വെച്ചിരിക്കുന്നതാണോ, ഇങ്ങനെ അലങ്കാരമായിട്ടല്ലേ? ഇവിടെ ദൈവത്തിൻ്റെ ഫേസ് ഒക്കെ തിരുമുഖം വെച്ചിരിക്കുന്നത്. ബാക്കി ആ ശില തന്നെയാണ്. അതായത് എല്ലാ വർഷവും ഈ പുഷ്പാഭിഷേകം നടക്കുന്ന ഡേറ്റ് സെയിം ഡേറ്റ് തന്നെ. മകരത്തിലെ രേവതി നക്ഷത്രമാണ് ഇവിടെ മഹാപുഷ്പാഭിഷേകം നടക്കുന്നത്. ഇപ്രാവശ്യം ഇപ്പം ഞാൻ വന്ന ദിവസം ഒരു ദിവസം നേരത്തെ ഇപ്പം, അല്ലെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. നാളെയാണ്. ഒരു പക്ഷേ അടുത്ത വർഷത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, വരാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ സമയം, പക്ഷേ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അതൊരു ഭയങ്കര ഒരു ഹോളി ഡേ ആണ് മഹാപുഷ്പാഭിഷേകം, മകരത്തിലെ രേവതി നക്ഷത്രം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഉത്സവത്തിന് ധനു 1 തൊട്ട് 10 വരെയാണ് ഇവിടെ. ധനുമാസത്തിലെ ഓക്കെ, ധനുമാസം 1 മുതൽ 10. 1 ധനു 1 കൊടിയേറും, 10 ദിവസം കഴിഞ്ഞ് ആറാട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം. 3-4 വർഷം കൂടുമ്പോഴത്തേക്ക് ഒരു 29 വരുമ്പോൾ ധനു 2-ന് കൊടിയേറും. ലീപ്പ് ഇയർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടുത്തെ രഥോത്സവം 9ാം ദിവസം, ഈ ഉത്സവ ദിവസം. അതിൽ കറുപ്പസ്വാമി ആണ് ആദ്യം വലിക്കുന്നതെന്നാണ്. രഥത്തിൽ കയറിയോ, അതാണ് സങ്കല്പം. എന്തായാലും രഥോത്സവം കാണേണ്ടതാണ്. ആ ഉത്സവ സമയത്ത് വരികയാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചിറങ്ങാണ്. അച്ചൻകോവിലിൽ നിന്നും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനെല്ലാം ഇതിൻ്റെ ഭാരവാഹികളെല്ലാം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെയും ഉപദേശക സമിതി അംഗങ്ങളും പ്രസിഡൻറ്റും ഒക്കെ വന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. നന്നായി പ്രാർത്ഥിച്ചു. എന്തായാലും നാളെ വലിയ വിശേഷപ്പെട്ട ദിവസമായിരുന്നു. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, തിരക്കുമാണ് അന്ന് ഷൂട്ട്. പക്ഷേ വേറെ ദിവസം എപ്പോഴെങ്കിലും വരാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ പ്രസാദമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു. അങ്ങനെ 3 ടെമ്പിൾസും നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ദിവസികമായ ചരിത്രങ്ങളും അതെ അതെ അതെ. അങ്ങനെ വളരെ ഭക്തി സാന്ദ്രമായൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. ഏറ്റവും പുണ്യമായ ദിവസം. വെളുപ്പിന് 4:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു ട്രിപ്പിൽ തന്നെ നമ്മളൊരു 3 പ്രധാനപ്പെട്ട
ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ. അതായത് നമ്മൾ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ ആ ഒരു സ്ട്രെച്ചിൽ വന്നിട്ട് ഇനി ശബരിമലയാണ് ഉള്ളത്. അതും ഭഗവാൻ കടാക്ഷിച്ചാൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു ദിവസം. പിന്നെ പൊന്നമ്പലം വീടാണ്, അത് ഒരു ഭാഗവും കൂടി ഉണ്ട്. അപ്പോൾ പരശുരാമൻ സ്ഥാപിച്ച വിഗ്രഹങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ ഉള്ളത്, ഈ ക്ഷേത്രങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ഉച്ച സമയമായി വരുന്നു. ഇപ്പോൾ നട തുറന്നിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നട അടയ്ക്കും, ഒരു 11:30 ആകുമ്പോൾ തന്നെ നട അടയ്ക്കും. അതിന് മുമ്പേ ഞാൻ എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി തിരിച്ചു പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ടെമ്പിൾ ജേണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വരാൻ സാധിക്കാത്തവർക്ക്, ഇനി വരാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഭഗവാനോട് ആഗ്രഹം പറയുക, ഇവിടെയൊക്കെ വരാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ